ഹലോ ഹായ്. അപ്പോൾ നമ്മൾ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 2021 മുതൽ 2025 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും ചെയ്ത് പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ 2021 മുതൽ 2023 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 വർഷത്തിനിടയിൽ ആകെ 69 ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഒന്നാമത്തെ ചോദ്യം 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് വേണമെങ്കിൽ 2 തരത്തിൽ ചെയ്യാം. ഇതിലെ ഓരോ രണ്ടെണ്ണത്തിനും 2 ഭിന്നസംഖ്യകളെ എടുത്ത് അവയെ തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം മൂന്നാമത്തെ ഭിന്നസംഖ്യയുമായിട്ട് ചേർത്ത് ചെയ്യാം. അപ്പൊ 2-ലധികം ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഭിന്നസംഖ്യയുടെ LCM കണ്ടുപിടിക്കലാണ്. ആ ഭിന്നസംഖ്യയിലെ ഛേദത്തിന്റെ LCM കാണുന്നു, അതിനെ ഒരുപോലെയാക്കുന്നു, എന്നിട്ട് ചെയ്യുന്നു. അപ്പൊ ആ വഴിയാണ് നമ്മളിവിടെ സ്വീകരിക്കുന്ന വഴി. ആ വഴിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ 3 ഭിന്നസംഖ്യകളുണ്ട്. ഈ ഭിന്നസംഖ്യയിലെ ഛേദത്തിനെ നമ്മൾ ഒരുപോലെയാക്കുന്നു, ഛേദത്തിന്റെ ലസാഗു എടുക്കുന്നു, LCM എടുക്കുന്നു, ചെറു പൊതു ഗുണിതം എടുക്കുന്നു. 8, 16, 32 ഇതാണ് ഈ ഭിന്നസംഖ്യകളുടെ ഡിനോമിനേറ്റർ ആയി വന്നിരിക്കുന്നത്, ഛേദമായി വന്നിരിക്കുന്നത്. എടാ, എങ്ങനെയാണ് ഈ സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ LCM പെട്ടെന്ന് കണ്ടുപിടിക്കുക? സാധാരണ കണ്ടുപിടിക്കുന്ന വഴി എന്താ? ഈ 3 സംഖ്യകൾ ഇങ്ങനെ എഴുതും അല്ലെ? 8, 16, 32 എന്നിട്ട് അവരെ നമ്മളിങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യും. 8-ലും 16-ലും 32-ലും പൊതുവായി പോകുന്നത് ആര് എന്ന് ചോദിച്ചാൽ എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ 2 കൊണ്ട് ചെറുതാക്കാം. ചെറുതാക്കിയാൽ 4, 8, 16 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെറുതാക്കുന്നു. അപ്പൊ 2, 4, 8 എന്ന് കിട്ടുന്നു. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെറുതാക്കുന്നു. അപ്പൊ 1, 2, 4 എന്ന് കിട്ടുന്നു. 2ഉം 4ഉം ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെറുതാക്കാം. അപ്പോ 1, 1, 2 എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യണം? LCM ആണ് കാണേണ്ടത്. അതുകൊണ്ട് L ഷേപ്പിൽ ഇവരെ ഗുണിക്കുന്നു. LCM കാണേണ്ടത് കൊണ്ട് L ഷേപ്പിൽ ഗുണിക്കുന്നു. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. ബാക്കി കിടക്കുന്ന 1നെ 32 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എത്ര? 32 തന്നെയായിരിക്കും. ഇതാണ് സംഖ്യകളുടെ LCM കാണുന്ന ശരിയായ വഴി. നമുക്ക് സമയം ലാഭിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതാണോ വലുത്, എടാ ഇവിടെ തന്നിരിക്കുന്നത് 8, 16, 32. ഇതിൽ ആരാ വലുത്? ഇതിൽ ഏറ്റവും വലുത് ആരാ? 32 അല്ലേ? അപ്പൊ നമ്മൾ ആ 32നെ മാത്രം നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 32നെ മാത്രം നമ്മൾ എടുക്കുന്നു. ആ 32 തൊട്ടടുത്ത് കിടക്കുന്ന 16ന്റെ ഗുണന പട്ടികയിലുണ്ടോ, അല്ലെങ്കിൽ 16ന്റെ ഗുണിതമാണോ എന്ന് നോക്കും. 16ന്റെ ഗുണിതമല്ലേ? 16 ഗുണം 2 ആണ് 32 അല്ലെ? ഇനി 8ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 8ന്റെ ഗുണിതമാണോ? 8 ഗുണം 4 അത് 32 തന്നെ. അപ്പൊ 32 എന്ന് പറയുന്ന ആള് 32ന്റെ ഗുണന പട്ടികയിലുണ്ട്, 16ന്റെ ഗുണന പട്ടികയിലുണ്ട്, ഈ 8ന്റെ ഗുണന പട്ടികയിലുണ്ട് അല്ലെ? ഈ 3ന്റെയും ഗുണിതമായി വരുന്നത് കൊണ്ട് 32 തന്നെയാണ് ഇവരുടെ LCM. ഓക്കെ, നമ്മളിനി കുറെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 ഛേദങ്ങളുടെയും ഈ 3 ഡിനോമിനേറ്ററുകളുടെയും LCM ആയിട്ട് 32 എടുക്കുന്നു. ഇനി 8ഉം 16ഉം 32ഉം ഇല്ല. ഓക്കെ, ആ 3ന്റെയും LCM എന്താണോ അതാണ് നമ്മൾ എടുത്തത്. ഇനി ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ വളരെ പതുക്കെ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ഭിന്നസംഖ്യ 1/8 ആണ്. അപ്പൊ അതിന്റെ അംശം എന്താ? അംശം മുകളിൽ കിടക്കുന്ന ആളാരാ? 1. ആ 1നെ ഗുണിക്കണം. ആരെ കൊണ്ട് ഗുണിക്കണം? എടാ, ഈ 1/8ന്റെ താഴെ കിടക്കുന്ന 8 32 ആകാൻ എത്ര കൊണ്ട് ഗുണിച്ചോ അത് തന്നെ മുകളിലും ഗുണിക്കണം. 8 32 ആകാൻ നമ്മൾ 4 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ കിടക്കുന്ന 1നെയും നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് തന്നെ ഗുണിക്കണം. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ചിഹ്നം എന്താ? ചിഹ്നം ഇവിടെ പ്ലസ് ആണ്. ആ പ്ലസ് ഇട്ടു. ഇനി രണ്ടാമത്തെ ഭിന്നസംഖ്യ 1/16 ആണ്. താഴെ കിടക്കുന്ന ഛേദം 16. 16 32 ആകാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചു?
16 32 ആകാൻ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? 16 32 ആകാൻ 2 കൊണ്ട് ഗുണിച്ചെങ്കിൽ ആ 16ന്റെ മുകളിൽ കിടക്കുന്ന ഒന്നിനെയും 2 കൊണ്ട് ഗുണിക്കണം. 1 ഗുണം 2 പ്ലസ്, ഇനി നോക്കിക്കേ, താഴെ കിടക്കുന്ന 32 ആകാൻ 1 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ കിടക്കുന്ന ഈ ഒന്നിനെയും നമ്മൾ 1 കൊണ്ട് ഗുണിക്കണം. ഇത്രയുള്ള പരിപാടി. ഇനി ഡയറക്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഡയറക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 1 ഗുണം 4 അത് 4 പ്ലസ് 1 ഗുണം 2 എത്രയാ? 2 തന്നെ പ്ലസ് 1 ഗുണം 1 അത് 1 തന്നെ, ഓൾ ഡിവൈഡഡ് ബൈ 32. ഇനി ഇത് കൂട്ടിയാൽ മതി. 4ഉം 2ഉം 1ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 7. 7/32 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണം. ഇത് ചെറുതാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തി. നമുക്ക് ഓപ്ഷൻ നോക്കാം. 7/32 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ: 6/8 ഗുണം 4/5 പ്ലസ് 4/10. 6/8 ഗുണം 4/5 പ്ലസ് 4/10. ഇവിടെ ഒന്നിലധികം ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട്. ഗുണിക്കലും വന്നിട്ടുണ്ട്, കൂട്ടലും വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അതിന് നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടില്ലേ? എന്താണ് ഓർഡർ? ബോട്ട്മാസ് റൂൾ. എം ഗുണനം, എ അഡിഷൻ കൂട്ടല്. അപ്പൊ കൂട്ടലും ഗുണിക്കലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം ചെയ്യേണ്ടത്? ഗുണിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 6/8ഉം 4/5ഉം ആണ് ഗുണിക്കേണ്ടത്. അത് ആദ്യം ചെയ്യാം. 6/8 4/5 അവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം. എങ്ങനെയാ രണ്ട് ഭിന്നസംഖ്യകളെ ഗുണിക്കുക? എളുപ്പമാണ് അല്ലെ? മുകളിൽ കിടക്കുന്നവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. 6 ഗുണം 4 24 മുകളിൽ എഴുതി ബൈ. ഇനി താഴെ കിടക്കുന്ന ആളുകളെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ താഴെ എഴുതുക. 8 ഗുണം 5 5 40. ഇനി 24/40 ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണം, അതാ നല്ലത്. 24/40 ചെറുതാക്കാലോ. എത്ര കൊണ്ട് ചെറുതാക്കാം? 4 കൊണ്ട് ചെറുതാക്കാം അല്ലെ? 4 കൊണ്ട് ചെറുതാക്കിയാൽ 24-ൽ എത്ര നാലുകൾ? 24-ൽ 6 നാലുകൾ. അപ്പൊ 40-ലോ? താഴെ കിടക്കുന്ന 40-ലോ? 40-ൽ എത്ര നാലുകൾ? 40-ൽ 10 നാലുകൾ. ഇനി ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. 6ഉം 10ഉം ഏതിന്റെ ഗുണിതമായിട്ട് വരുന്നു? 6ഉം 10ഉം വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ചെറുതാക്കാം. 6-ൽ എത്ര രണ്ടുകൾ? 6-ൽ 3 രണ്ടുകൾ. 10-ലോ? 10-ൽ 5 രണ്ടുകൾ. അപ്പൊ നമുക്ക് ഈ 2 ഭിന്നസംഖ്യകളെ ഗുണിച്ചപ്പോൾ 3/5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഈ 2 ഭിന്നസംഖ്യകളെ ഗുണിച്ചിട്ടുള്ള ഉത്തരം എഴുതാം. അത് 3/5 പ്ലസ് ഒരാളെ നമ്മൾ കൂട്ടാനുണ്ട്. ആരാ? 4/10 അതിന്റെ കൂടെ കൂട്ടണം. പ്ലസ് 4/10. ഓക്കെ. ഇനി വേണമെങ്കിൽ ഭിന്നസംഖ്യ ഒരുപോലെയാക്കി നമുക്ക് ചെയ്യാം. 2 ഭിന്നസംഖ്യകളെ ഉള്ളുവെങ്കിൽ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ ഒരുപോലെയാക്കി LCM കണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. 2 ഭിന്നസംഖ്യകളെ ഉള്ളുവെങ്കിൽ ക്രോസ് ചെയ്യുന്നതാണ് എളുപ്പം. എങ്ങനെ ക്രോസ് ചെയ്യാം? ഇങ്ങനെ ക്രോസ് ചെയ്യണം. 3 ഗുണം 10 അത് 30. നടുവിലെ ചിഹ്നം പ്ലസ്. 4 ഗുണം 5 അത് 20 ബൈ 5 ഗുണം 10 അത് 50. ഇപ്പൊ 30ഉം 20ഉം കൂട്ടിയാൽ 50/50. മുകളിലും താഴെയും ഒരേ ആളാ വന്നിരിക്കുന്നത് അല്ലെ? മേലെയും കിടക്കുന്ന ഒരാള് 50, താഴെയും കിടക്കുന്നു അതേ 50. അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്രയാണ്? മേലെയും താഴെയും ഒരുപോലെ വന്നാൽ അതിന്റെ ഉത്തരം 1. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? 3/7നെ 2/7 കൊണ്ട് ഹരിക്കണം. 3/7നെ 2/7 കൊണ്ട് ഹരിക്കണം. ഹരിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭിന്നസംഖ്യ എഴുതി. 3/7 ഹരിക്കണം 2/7. അപ്പൊ നമുക്കിവിടെ 2 ഭിന്നസംഖ്യകളെ ഹരിക്കണം. എങ്ങനെയാ 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കുക?
വളരെ എളുപ്പമാണ്. എങ്ങനെയാ? ആദ്യത്തെ ഭിന്നസംഖ്യ നമ്മൾ അതുപോലെ എഴുതും, 3/7 അതുപോലെ എഴുതി. എന്നിട്ടോ ഹരിക്കുന്നതിന് പകരം നമ്മൾ ഗുണിക്കും. ഹരിക്കുന്നതിന് പകരം ഇവിടെ ഹരണചിഹ്നമാണ്, അതിന് പകരം നമ്മൾ ഗുണിക്കും. ആരെ കൊണ്ട് ഗുണിക്കും? എടാ, രണ്ടാമത്തെ ഭിന്നസംഖ്യ ആരാണോ അയാളുടെ വിൽക്രമം, റെസിപ്രോക്കൽ. എന്താ വിൽക്രമം എന്ന് പറഞ്ഞാൽ? മുകളിലിരിക്കുന്ന ആള് താഴെയും താഴെ ഇരിക്കുന്ന ആള് മേലെയും വരുന്നതാണ് വിൽക്രമം. മുകളിലിരിക്കുന്ന ആൾ ഇവിടെ ആരാ? 2, അങ്ങേര് താഴെ വരും. ഇവിടെ താഴെ ഇരിക്കുന്ന ആൾ ആരാ? അത് 7, അയാള് മേലെ വരും. ഓക്കെ. അപ്പൊ 3/7 7/2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് 3/7 ഹരണം 2/7. എങ്ങനെയാ രണ്ട് ഭിന്നസംഖ്യകളെ ഗുണിക്കുക? തൊട്ട് മുൻപ് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? മുകളിലിരിക്കുന്ന ആളുകളെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. 3 × 7 21. താഴെ ഇരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ താഴെ എഴുതുക. 7 × 2 14. ഇനി വേണമെങ്കിൽ ചെറുതാക്കാം. 7 കൊണ്ട് ചെറുതാക്കിയാൽ 21-ൽ എത്ര 7കൾ? 3 7കൾ. 14-ൽ എത്ര 7കൾ? 2 7കൾ. അങ്ങനെ 3/2 എന്ന് കിട്ടും. ഇനി ഇത്രയൊന്നും മെനക്കെടണ്ട, ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുകളിൽ ഒരു 7 ഉണ്ട്, താഴെ ഒരു 7 ഉണ്ട്, ഗുണിക്കലാണ്. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞ് ബാക്കിയുള്ള 3ഉം 2ഉം എടുത്തെഴുതിയാലും എന്തായി? ഉത്തരായി 3/2. ഓക്കെ. അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഉത്തരത്തിലേക്ക് എത്തലാണ് നമ്മുടെ പ്രധാനം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1 - 1/2 ഗുണിക്കണം 1 - 1/3. വീണ്ടും ഗുണിക്കണം 1 - 1/4. ഗുണിക്കണം 1 - 1/5. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ മിക്ക ആളുകളും സ്കിപ്പ് ചെയ്യും. അയ്യോ, ഇതൊക്കെ 1-ൽ നിന്ന് അര കുറയ്ക്കണം, ആ കിട്ടുന്ന ഉത്തരത്തിനെ 1 - 1/3 കൊണ്ട് ഗുണിക്കണം, പിന്നെ ആ കിട്ടുന്ന ഉത്തരത്തിനെ വീണ്ടും 1 - 1/4 കിട്ടുന്ന ഉത്തരം കൊണ്ട് ഗുണിക്കണം. ഭയങ്കര മെനക്കേടാണെന്ന് തോന്നും. എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ലോട്ടറിയാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ, ഏതാ പാറ്റേൺ? 1-ൽ നിന്ന് കുറയ്ക്കുന്നു. ആരെ? നോക്കിയേ, 1/2, പിന്നെ 1/3, ഇവിടെ 2 3 4 5. ഈ ക്രമത്തിലാണ് കുറച്ച് പോകുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇതിന്റെ അവസാനം, ഈ പാറ്റേണിന്റെ അവസാനം കിടക്കുന്ന ആള് ആരാ? ഈ പാറ്റേണിന്റെ അവസാനം കിടക്കുന്ന 1/5 ആണ്. അയാളായിരിക്കും ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 - 1/2 ഗുണം 1 - 1/3 ചെയ്താൽ എത്രയാണ് ഉത്തരം? ഉത്തരം? അതിന്റെ ഉത്തരം 1/3 ആയിരിക്കും. 1/3 ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ. 1 - 1/2 ഗുണിക്കണം 1 - 1/3 ഗുണിക്കണം 1 - 1/4 ഗുണിക്കണം 1 - 1/5. അങ്ങനെ പോയി 1 - 1/12 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താ? സിമ്പിൾ. അവസാനത്തെ ആള് 1/12, അതായിരിക്കും ഉത്തരം. ഇത് ക്ലിയർ ആണോ? നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം എങ്ങനെയാണോ? 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 1/2-നും 1/3-നും ഇതിനിടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മിക്കവാറും ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ചെയ്യേണ്ടത്, ഈ രണ്ട് ഭിന്നസംഖ്യകളുടെയും അംശങ്ങൾ തമ്മിൽ കൂട്ടുക, മുകളിൽ കിടക്കുന്ന ആളുകളെ തമ്മിൽ കൂട്ടുക. ഈ ഒന്നും കൂട്ടിയാൽ എത്രയാ? അത് 2. ബൈ താഴെ കിടക്കുന്നവരെ തമ്മിൽ കൂട്ടുക, 2 3 കൂടി കൂട്ടിയാൽ എത്രയാടാ? അത് 5. ഈ 2/5 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. മിക്കവാറും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈ ടൈപ്പിലാണ് ചെയ്യുക. നോക്കിയേ, 2/5 ഓപ്ഷനിൽ കിടക്കുന്ന കണ്ടില്ലേ? ഓപ്ഷൻ ഡി. ഇനി ഇതിനിടയിൽ കൂട്ടിയിട്ട് ഇതിനിടയിലുള്ള ആളെ കിട്ടിയില്ലെങ്കിലോ, ഈ ഓപ്ഷനിൽ ഇല്ലെങ്കിലോ, അങ്ങനെ ഒരു സംശയം വരാം. അപ്പൊ അങ്ങനത്തെ സംശയങ്ങൾ ഉള്ളവർക്ക് നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വരുമ്പോൾ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ. നോക്കിയേ, 1/3 1/2 ഇതിനിടയിൽ കിടക്കുന്ന ആള്
നോക്കിക്കേ, 1 1 കൂടി കൂട്ടുക 2 ബൈ 3 2 കൂടി കൂട്ടുക 5, 2/5 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ 7ാമത്തെ ചോദ്യം എങ്ങനെയാടാ? 3/4 വലുത്, 3/4 വലുതായിരിക്കണം, എന്നാലോ 9/4 ചെറുതുമായിരിക്കണം. 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 3/4 9/4 ഇടയിൽ വരുന്ന ഭിന്നസംഖ്യയാണ് ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അംശം തമ്മിൽ കൂട്ടാം. 9 3 കൂടി കൂട്ടിയാൽ 12. താഴെ കിടക്കുന്നവരെ തമ്മിലും കൂട്ടാം. 4 4 കൂടി കൂട്ടിയാൽ 8. 12/8 ഓപ്ഷനിൽ ഉണ്ടോ? ഇല്ല. ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. 12ഉം 8ഉം കോമൺ ആരാ? രണ്ടിലും കോമൺ ആയിട്ട് 4 വരും അല്ലെ? 12ൽ എത്ര 4? 3. 8ൽ എത്ര 4? 2. അപ്പൊ 3/2 ഇവർക്കിടയിൽ വരും. പക്ഷെ ഓപ്ഷനിൽ അയാളില്ല. നോക്കൂ, ഇപ്പൊ നിങ്ങളുടെ നേരത്തെ സംശയം ക്ലിയർ ആയില്ലേ? അപ്പൊ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അടുത്ത വഴി എന്താ? ഉത്തരം കണ്ടുപിടിക്കാനുള്ള അടുത്ത വഴി എന്താ? അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 0 മെത്തേഡ്, അംശത്തിൽ 0 ചേർത്തിട്ടുള്ള മെത്തേഡ്. ഇപ്പൊ 3/4 ഞാൻ എങ്ങനെ എഴുതുന്നറിയോ? മേലെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ 30 30/4 എന്ന് എഴുതും. 30/4 എത്രയാ? 30/4 എത്രയാ? 30ൽ എത്ര 4കൾ ഉണ്ടെന്ന് നോക്കിയാൽ മതിയടാ. എത്ര 4 ഉണ്ടടാ? നമുക്കറിയാം 7 4 28 അല്ലേ? അപ്പോൾ 7 പോയിന്റ് സംതിങ് ആണ് ഉത്തരം വരിക. 30/4 ചെയ്താൽ 7 4 28 ശിഷ്ടം 2 കിട്ടും. ശിഷ്ടം നമുക്ക് വേണ്ട, നമുക്ക് ഈ കിട്ടുന്ന ഉത്തരം മാത്രം മതി. അപ്പം തൽക്കാലത്തേക്ക് ഞാനിതിനെ 7 റൗണ്ട് ആക്കി എടുത്തു. ഇനിയോ 9/4 നോക്കാം. 9/4 ഇതേ പരിപാടി എന്ത് ചെയ്യും? 9ന്റെ അടുത്തൊരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ 90 ആയി. 90/4 ചെയ്താൽ എത്രയാ? ഓക്കെ, 90നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 4 8. 9ൽ നിന്ന് 8 പോയാൽ 1. അപ്പുറത്ത് കിടക്കുന്ന 0നെ നമ്മൾ ഇറക്കിയിടുന്നു. 10ൽ എത്ര 4? 2 4 8. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം മതി. ശിഷ്ടം നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഉത്തരം 22. ഓക്കെ, അപ്പൊ ഇതിനെ കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആയി കിട്ടി. 3/4 9/4 എന്നതിന് പകരം ഇനി നമ്മൾ നോക്കുന്നത് 7നും 22നും ഇടയിൽ, 7നേക്കാൾ വലുതും 22നേക്കാൾ ചെറുതുമായി കിടക്കുന്ന സംഖ്യ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനും ഇതുപോലെ മാറ്റാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അത് 8/3 ആണ്. അപ്പൊ 8/3 മാറ്റാം. 8/3 മാറ്റിയാൽ അതെന്താ ഇടാ? 80. ഞാൻ മുകളിൽ ഒരു 0 ഇട്ട് കൊടുത്തു. ആ പരിപാടി കേട്ടാ. 80/3 ആയി. ഇപ്പൊ 80ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. എത്ര 3 ഉണ്ട്? 2 3 6. 2 0. 6 3 18. കിട്ടുന്നത് 26 ആണ്. അത് 22നേക്കാൾ വലുതല്ലേ? 22നേക്കാൾ ചെറുതല്ലല്ലോ. അപ്പോ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആരാ? 11/6. 11/6 ചെയ്താൽ 110/6 എന്ന് വരും. 110/6 ചെയ്ത് നോക്കാം. 11ൽ എത്ര 6 ഉണ്ടടാ? 1 6. 11ൽ നിന്ന് 6 പോയാൽ ബാക്കി എത്രയാ? 5. 0 ഇറക്കിയിട്ടാൽ 50 ആയി. 50ൽ എത്ര 6? 8 6 48. ശിഷ്ടം കിട്ടുന്നത് 2. ശിഷ്ടം നമുക്ക് വേണ്ട. മുകളിൽ കിട്ടുന്ന ആള് 18. 18 എന്ന് പറയുന്നത് എന്താ? ഈ 7ന്റെയും 22ന്റെയും ഇടയിലല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം എത്രയാ? ഉത്തരം 11/6 ആണ് ഉത്തരം. 11/6 ആണ് ഉത്തരം. എങ്കിലും ബാക്കി ഓപ്ഷനും കൂടി നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കൺഫ്യൂഷൻ ആയിട്ട് മാറട്ടെ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ സി 12/5 ആണ്. ഓക്കെ, അപ്പൊ 12/5 അതെങ്ങനെയായി? അത് 120/5 എന്നായി. 120/5. അപ്പൊ 120നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 12ൽ എത്ര 5കൾ? 2 5കൾ. 2 5 എന്ന് പറഞ്ഞാൽ 10. 12ൽ നിന്ന് 10 പോയാൽ ബാക്കി 2. അപ്പുറത്ത് കിടക്കുന്ന 0 ഇറക്കി. അത് 20 ആയി. ഇനി 20ൽ എത്ര 5 ഉണ്ടടാ? 4 5കൾ. കിട്ടുന്നത് 24 ആണ്.
അത് 22-നേക്കാൾ വലുതല്ലേ? അപ്പോൾ ഓപ്ഷൻ സി അല്ല. നമുക്ക് ഉത്തരം കിട്ടി, എന്നാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഓപ്ഷൻ ഡിയും കൂടി നോക്കാം നമുക്ക്. ഓപ്ഷൻ ഡി എന്താ? 5/8. ഓപ്ഷൻ ഡി 5/8 ആണ്. നമ്മളതിനെ മാറ്റി എഴുതിയാൽ എന്ത് വരും? നമ്മൾ മേലെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 5/8 എന്നത് 50/8 ആകും. 50-ൽ എത്ര എട്ടുകൾ? 50-ൽ എത്ര എട്ടുകൾ? 6 8 48. ശിഷ്ടം 2. നമുക്ക് ഉത്തരം മതി. 6 എന്ന് പറയുന്നത് 7-നേക്കാൾ ചെറുതല്ലേ? 7-നേക്കാൾ ചെറുതല്ലേ? അപ്പൊ 5/8 അല്ല ഉത്തരം. അപ്പോൾ അടുത്തൊരു മെത്തേഡ് കിട്ടിയല്ലോ. ഇടയിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 2 ഭിന്നസംഖ്യയുടെ അംശങ്ങൾ തമ്മിൽ കൂട്ടി ഉത്തരത്തിന്റെ അംശമായി എഴുതാം. അതുപോലെ ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഉത്തരത്തിന്റെ ഛേദമായി എഴുതാം. ഇനി അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അടുത്തൊരു വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാറ്റിന്റെയും മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ തരത്തിൽ ഉത്തരത്തിലേക്ക് എത്തും. ഇനി ഇതും അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 8ാമത്തെ ചോദ്യം, താഴെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൽ വലുത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ 2 ജോഡി ഭിന്നസംഖ്യകൾ എടുത്ത് അതിനെ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വഴിയുണ്ട്. പക്ഷെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആ ഭിന്നസംഖ്യകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. 7/11, 13/17, 3/7, 21/25. ഈ ഭിന്നസംഖ്യകളുടെ പ്രത്യേകത എന്താ? ഈ ഭിന്നസംഖ്യകളുടെ എല്ലാം മുകളിൽ കിടക്കുന്ന ആള്, അതായത് അംശം ചെറുതാണ് ഛേദത്തെക്കാൾ. താഴെ കിടക്കുന്ന ആളെക്കാൾ 11-നേക്കാൾ 7 ചെറുതാണ്. 17-നേക്കാൾ 13 ചെറുതാണ്. 7-നേക്കാൾ 3 ചെറുതാണ്. 25-നേക്കാൾ 21 ചെറുതാണ്. അതായത് താഴെ കിടക്കുന്ന ആളെക്കാൾ ഛേദത്തെക്കാൾ മേലെ കിടക്കുന്ന ആള് അംശം ചെറുതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ 4 ഭിന്നസംഖ്യകൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം, മുകളിൽ കിടക്കുന്ന ആളും താഴെ കിടക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം എല്ലാം സെയിം അല്ലേ? 7ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാ? അത് 4. 13ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം 4. 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം അതും 4. അപ്പൊ 21, 25 തമ്മിലുള്ള വ്യത്യാസമോ? അതും 4. ഇവർക്കിടയിലുള്ള വ്യത്യാസം തുല്യമാണ്. അംശം ഛേദത്തെക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ ഭീകരനാരാ? വലുതാരാ? അയാളായിരിക്കും വലുത്. നമ്മളോട് വലുതല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ആരാ വലുത്? 21 വലുത് അല്ലേ? 7-നേക്കാളും 13-നേക്കാളും 3-നേക്കാളും വലിയ ആള് ഇവിടെ 21. അപ്പൊ നമ്മുടെ ഉത്തരം 21/25. 21/25. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താ? അംശം ഛേദത്തെക്കാൾ ചെറുതാണെങ്കിൽ ഇവർക്കിടയിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ വലിയ ആളാണ് വലിയത്. ഇനി ചെറുത് ചോദിച്ചാലോ? ചെറുത് 3/7. ഇപ്പൊ ചെറുത് ചോദിച്ചിരുന്നെങ്കിൽ അത് 3/7 ആണ്. വലുത് ചോദിച്ചത് കൊണ്ട് നമ്മൾ വലിയ ആളെ പിടിച്ചു. അത് 21/25. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. നേരത്തെ ചെയ്ത ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ ഉൾട്ടടിച്ചിരിക്കുക. ഇവിടെ എന്താ? 25/24, 13/12, 17/16, 19/18. ഈ 4 ഭിന്നസംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം. നമുക്ക് വലുതിനെ കണ്ടുപിടിക്കാൻ ക്രോസ് മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നല്ല, 2 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ അംശവും ഛേദവും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എല്ലാ ഭിന്നസംഖ്യകളും എന്താ? മുകളിൽ കിടക്കുന്ന ആളാണ് ഇവിടെ വലുത്. നേരത്തെ കേസ് എങ്ങനെയായിരുന്നു? മുകളിൽ കിടക്കുന്ന ആള് ചെറുതും താഴെ കിടക്കുന്ന ആള് വലുതുമായിരുന്നു. ഇവിടെ നോക്കിക്കേ, അതിന്റെ നേരെ ഓപ്പോസിറ്റാ. മേലെ കിടക്കുന്ന ആളാണ് വലുത്, താഴെ കിടക്കുന്ന ആള് ചെറുത്. 25-നേക്കാൾ 24 ചെറുത്, 13-നേക്കാൾ 12 ചെറുത്, 17-നേക്കാൾ 16 ചെറുത്, 19 മുകളിൽ കിടക്കുന്ന 19-നേക്കാൾ താഴെ കിടക്കുന്ന 18 ചെറുത്. താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനേക്കാൾ വലിയ ആളാണ് മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ. അതാണ് കേസ്. ഓക്കെ, പിന്നെയോ ഇവർക്കിടയിലുള്ള വ്യത്യാസം എത്രയാ? മുകളിൽ കിടക്കുന്ന ആളും താഴെ കിടക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ സെയിം ആണ്. അത് 1 അല്ലേ?
25ഉം 24ഉം കുറച്ചാൽ കിട്ടുന്നത് 1. 13ഉം 12ഉം അപ്പോഴും കുറച്ചാൽ കിട്ടുന്നത് 1. 17ഉം 16ഉം കുറച്ചാൽ കിട്ടുന്നത് അവിടെയും 1. 19ഉം 18ഉം കുറച്ചാലും കിട്ടുന്നത് 1. അപ്പോ മുകളിൽ കിടക്കുന്ന അംശം ഛേദത്തെക്കാൾ വലുതാണ്. ഇവർക്കിടയിലുള്ള വ്യത്യാസം ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി നേരത്തെ കേസിൽ എന്തായിരുന്നു? അംശം ചെറുതും ഛേദം വലുതും അവർക്കിടയിലുള്ള വ്യത്യാസം ഈക്വൽ. അങ്ങനെയാണെങ്കിൽ വലിയ ആളെ നമ്മൾ വലുതായിട്ട് എടുക്കും, ചെറിയ ആളെ ചെറുതായിട്ട് എടുക്കും. ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അംശം ഛേദത്തെക്കാൾ വലുതാണ്, ഇവർക്കിടയിലുള്ള വ്യത്യാസം ഈക്വൽ ആണ്. അപ്പൊ നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇവർക്കിടയിൽ ഏറ്റവും ചെറുതായിരിക്കും വലുത്. ആരാ ഇവർക്കിടയിൽ ചെറുത്? 25ആണോ 13ആണോ 17ആണോ 19ആണോ? ചെറുത് 13 അല്ലെ? അപ്പൊ അയാളായിരിക്കും കൂട്ടത്തിൽ വലുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 2-3 എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ചെയ്യണം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതിനിടയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പൊ ഒന്നുകൂടി സെറ്റ് ആവും. ഓക്കെ, അപ്പൊ വലുത് ചോദിച്ചത് കൊണ്ട് നമ്മുടെ ഉത്തരം 13/12. ഇതാണ് നമ്മുടെ ഉത്തരം 13/12. അപ്പൊ അതും ഇതും മാറിപ്പോകരുത്. 2 വട്ടം ഇത് കേൾക്കണം, ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ആ ചോദ്യം 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 10ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പാണ്, ഒരു ചെറിയ വ്യത്യാസം. എന്താണ്? 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. ആ 4 ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആ 4 ഭിന്നസംഖ്യകൾ ഏതൊക്കെ? 36/41, 77/82, 7/8, 18/19. ഓക്കെ, അപ്പൊ ആ 4 ഭിന്നസംഖ്യകൾ 36/41, 77/82, 7/8, 18/19. എടാ, ഈ 4 ഭിന്നസംഖ്യകൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്കൂ, ഈ 4 ഭിന്നസംഖ്യകളും മുകളിൽ കിടക്കുന്ന അംശം ചെറുത്, താഴെ കിടക്കുന്ന ഛേദം വലുത്. അങ്ങനെയല്ലേ? 4ലും അങ്ങനെയാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി, എടാ ഈ 36ഉം 41ഉം തമ്മിലുള്ള വ്യത്യാസം അത് 5ആണ്. 77ഉം 82ഉം തമ്മിലുള്ള വ്യത്യാസവും 5ആണ്. പക്ഷേ 7ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 5 അല്ല, അത് 1ആണ്. 18ഉം 19ഉം തമ്മിലുള്ള വ്യത്യാസവും 5 അല്ല, 1ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ എല്ലാം വ്യത്യാസം ഈക്വൽ ആക്കി ചെയ്യാം. ഇതിൽ ആരുടെ വ്യത്യാസ കൂടുതൽ? ഇവരുടെ വ്യത്യാസമാണ് അല്ലേ? ആരുടെ വ്യത്യാസ കുറവ്? അവസാനം കിടക്കുന്ന 2 പേരുടെ വ്യത്യാസമാണ് കുറവ്. അപ്പോൾ ഈക്വൽ ആക്കാൻ നമ്മൾ ചെയ്യുന്നത്, കുറവ് വ്യത്യാസമുള്ളവരെ കൂടുതൽ വ്യത്യാസമുള്ളവരുടെ ഒപ്പാക്കും. കുറവ് വ്യത്യാസം എന്ന് പറയുന്നത് 1ആണ്, അത് 5 ആകണം. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 5 ആകുക? 1നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 5 ആകുക അല്ലെ? 1നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 5 ആകുക. അപ്പൊ ഈ വ്യത്യാസം 1 ആളുകൾ ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുകയാണ്. അത് 7/8, 18/19. ഓക്കെ, അപ്പൊ ഇവരെ ഒക്കെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. ഇവിടെ മുകളിലും താഴെയും നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. അതുപോലെ ഇയാളുടെയും മുകളിലും താഴെയും നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ഗുണിച്ചാൽ കിട്ടുന്നത് 7 × 5 35/8 × 5 40. നോക്കൂ, അപ്പൊ ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്തായി? 5ആയി. ഓക്കെ, ഇനി താഴെ നോക്കിക്കടാ, 18/19 ഇതുപോലെ മേലെയും താഴെയും നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 18 × 5 ചെയ്താൽ 5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? ആ ഗുണിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക. ഇവിടെ ഗുണിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണ്. അപ്പൊ 18ന്റെ പകുതി 9. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമ്മൾ അടുത്തൊരു 0 കൊടുക്കും. അപ്പൊ 90. ഇനി നോക്കിക്കേ, 19 അതൊരു ഒറ്റ സംഖ്യയാണ്. അപ്പോ 19ന് മുമ്പിലുള്ള ആളെടുക്കും. 19ന് മുമ്പിൽ 18ആണ്, അയാളുടെ പകുതി. 19ന് മുന്നിൽ 18, 18ന്റെ പകുതി 9. ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അവസാനം നമ്മളൊരു 5 ഇട്ട് കൊടുക്കും.
ഓക്കെ, അപ്പം എന്തായി? ഇവർക്കിടയിലുള്ള വ്യത്യാസവും 5ആയി. അപ്പം ഈ 4 ഭിന്നസംഖ്യകളെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. 36/41 ഒന്നാമത്തെ ആള്, 77/82 അത് രണ്ടാമത്തെ ആള്. ഇനി 7/8 അല്ല ഞാൻ എഴുതുക, 7/8 അല്ല ഞാൻ എഴുതുക, പകരം 35/40 എഴുതും. 35/40. ഇനിയോ 18/19 പകരം ഞാൻ ആരെ എഴുതണം? അത് 90/95 എഴുതണം. ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യൂടാ? ഇനി ഒന്ന് നോക്കിക്കേ. അംശം ചെറുത് അല്ലെ, മേലെ കിടക്കുന്ന ആള് ചെറുത്, താഴെ കിടക്കുന്ന ആള് വലുത്. അവർക്കിടയിലുള്ള വ്യത്യാസം ഈക്വലായി. എല്ലായിടത്തും വ്യത്യാസം 5ആയി. ഇനി വലിയ ആളെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ? വലിയ ആളെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടത്തിൽ വലുതിനെടുക്കും. 36 ആണോ 77 ആണോ 35 ആണോ 90 ആണോ വലുത്? 90. സോ നമ്മുടെ ഉത്തരം 90/95 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണില്ല. 90/95 കറസ്പോണ്ടിങ് ഭിന്നസംഖ്യ ഏതാ? അത് 18/19 ആണ്. 18/19 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ്? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, നമ്മുടെ 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 5 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ആ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണം. എന്താണ് ആരോഹണ ക്രമം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്താണ് ആരോഹണ ക്രമം? ആരോഹണ ക്രമവും അവരോഹണ ക്രമവും മാറിപ്പോകരുത്. ആരോഹണം, അവരോഹണം. അവരോഹണത്തിൽ വായുണ്ട്. വാ ഉള്ള ആള് വലുത്, വാ ഫോർ വലുത്. വാ ഇല്ലാത്ത ആള് ചെറുത്. ഓക്കെ, അപ്പൊ ആരോഹണം എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഓക്കെ, ഏതാ ഭിന്നസംഖ്യകൾ? 1/3, 5/7, 2/9, 9/14, 7/12. ഇവരിൽ ആരാണ് ചെറുത്, ആരാണ് വലുതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇവിടെ യൂസ് ചെയ്യാൻ എളുപ്പം മുകളിൽ 0 ചേർത്ത് കൊടുക്കുന്ന മെത്തേഡാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ 0 ചേർത്താൽ 10, 10/3 എന്ന് വരും. ഇതെന്താവും? 50/7 ആകും. ഇത് 20/9 ആകും. ഇത് 90/14 ആകും. ഇതോ 70/12 ആകും. ഓക്കെ, 0 ചേർക്കാൻ പഠിച്ചല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവരൊന്ന് ഹരിച്ച് ശിഷ്ടം നമ്മൾ മൈൻഡ് ചെയ്യില്ല, കിട്ടുന്ന ഉത്തരം മാത്രം എടുക്കും. അപ്പൊ 10ൽ എത്ര മൂന്നുകൾ? 3 മൂന്നുകൾ. നിൽക്കട്ടെ. 50ൽ എത്ര ഏഴുകൾ? 7 7 49 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 7 ഏഴുകൾ ഉണ്ടാകും. ശിഷ്ടം വേണ്ട. ഓക്കെ, 20ൽ എത്ര 9കൾ? 9 2 18 ആണ് അല്ലേ? അപ്പൊ 2. ഇനിയോ 90ൽ എത്ര 14കൾ? 6 14കളാണ് 90. എങ്കിൽ 70ൽ എത്ര 12കൾ? 70ൽ എത്ര 12കൾ? 5 12കൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭിന്നസംഖ്യകൾക്ക് പകരം ആരെ കിട്ടി? ഏകദേശം ഒരു വാല്യൂ കിട്ടി. 3 7 2 6 5. എടാ, ഇനി ഇതിൽ ചെറുതിനെ പിടിച്ചാൽ മതി. ഇതിൽ ആരാ ചെറുത്? 2 ആണ് അല്ലേ? 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യ ഏതാ? 2/9. അടുത്തത് ആരാ? 3. 3ന് കറസ്പോണ്ടിങ് ആരാ കിടക്കുന്നേ? 1/3. അടുത്തതോ 3 കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 ഉണ്ട്. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, അടുത്ത 5. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആരാ? 7/12. 5 കഴിഞ്ഞാൽ 6. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 9/14. ഇനിയോ അവസാനം വരുന്ന ആള് 7. അത് 5/7 ആണ്. 5/7. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ. 2/9, 1/3, 7/12,
9/14 5/7. യെസ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പൊ 0 ചേർത്തിട്ടുള്ള മെത്തേഡ് ചില സ്ഥലങ്ങളിൽ എളുപ്പമാണ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം 0.5 തുല്യമല്ലാത്തത് ഏതാണെന്ന ചോദ്യം. 0.5 തുല്യമല്ലാത്തത്. അപ്പൊ 4 ഓപ്ഷൻസ് ഞാൻ ഇവിടെ ഒന്ന് എഴുതിക്കോട്ടെ. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എടാ 5/10 5/10 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണ്. അതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ നോക്കിക്കേ, ഇവിടെ താഴെ എത്ര 0 ഉണ്ട്? 1 0. അപ്പൊ ഉത്തരത്തിൽ ദശാംശ ചിഹ്നം കഴിഞ്ഞിട്ട്, ആ പോയിന്റ് കഴിഞ്ഞിട്ട്, ആ കുത്ത് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് ഉണ്ടാകും. ഓക്കെ, ഏതാ ഡിജിറ്റ്? ഇതിന്റെ മുകളിലിരിക്കുന്ന ആള് 5. ഇപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളവിടെ 0 കൊടുക്കും. അപ്പൊ 5/10 എന്ന് പറഞ്ഞാൽ 0.5. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 5/100. എടാ ഇവിടെ താഴെ എത്ര 0 ഉണ്ട്? താഴെ എത്ര 0 ഉണ്ട്? താഴെ 2 0. അപ്പൊ ഉത്തരത്തിൽ ദശാംശ ചിഹ്നം കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടാകണം? 2 ഡിജിറ്റ് ഉണ്ടാകണം. ഇനി ആ ഡിജിറ്റിൽ ആരെ കൊണ്ടുപോയി ചേർക്കണം? മുകളിൽ ഒരു 5 ഉണ്ട്, അയാളെ നമ്മൾ അവസാനം പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ 0. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ 0 ഇട്ടു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 50/100. 50/100. ഇവിടെ 2 0 2 0. അപ്പൊ ഉത്തരത്തിൽ ദശാംശ ചിഹ്നം കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടാകണം. ആരാണ് ആ 2 ഡിജിറ്റ്? മുകളിൽ കിടക്കുന്ന ആളുകളെ അതുപോലെ പ്ലേസ് ചെയ്താൽ മതി. 5 0. ഓക്കെ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ 0 ഇട്ടു. ഇനി അവസാനത്തെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേടാ, 500/1000. താഴെ 3 0. അപ്പൊ ദശാംശ ചിഹ്നം കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ടാകണം. ആരാണ് ആളുകൾ? 5 0 0. ഇതിന് മുന്നിൽ ആരുമില്ല, നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പൊ 0.5 0.05 0.50 0.500 ഇതൊന്നും തുല്യമല്ലല്ലോ എന്ന് വിചാരിക്കും. മക്കളെ, നമ്മൾ 5 എന്ന് പറയുന്നത് തന്നെയാണ് 0.5. അത് തന്നെയാണ് 0.05. അത് തന്നെയാണ് 0.005. അവിടെ ഒരു സംഖ്യയുടെ മുന്നിൽ എത്ര 0 വന്നാലും ആ 0കൾക്കൊന്നും വിലയില്ല, അല്ലേ? അതൊക്കെ ക്യാൻസൽ ആക്കി കളയാം നമുക്ക്. പകരം അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ 5 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഒരു ഡെസിമൽ സംഖ്യയുടെ, ഒരു ദശാംശ സംഖ്യയുടെ ദശാംശ ചിഹ്നത്തിന് ശേഷം പൂർണ്ണസംഖ്യകൾക്ക് അവസാനമായിട്ട് എത്ര 0 വന്നാലും ആ 0കൾക്കൊന്നും വിലയില്ല. ഉദാഹരണത്തിന് ഇപ്പൊ 2.8 എന്ന് പറയുന്നത് തന്നെയാണ് 2.80. അത് തന്നെയാണ് 2.800. അത് തന്നെയാണ് 2.800000. അപ്പൊ കുത്തുകൊണ്ടവന്റെ പുറകിലേക്ക് എത്ര 0 വന്നാലും അതിനൊന്നും വിലയില്ല. ഓക്കെ, അതിനൊന്നും വിലയില്ല. കുത്തുകൊള്ളാത്തവന്റെ മുന്നിൽ എത്ര 0 വന്നാലും അതിന് ഒരു വിലയില്ല. അപ്പൊ ഈ പറഞ്ഞത് മറക്കണ്ട, കുത്തുകൊണ്ടവന്റെ പുറകിലേക്ക് എത്ര 0 വന്നാലും 0ത്തിന് വിലയില്ല. അതുപോലെ കുത്തുകൊള്ളാത്തവന്റെ മുന്നിൽ എത്ര 0 വന്നാലും ആ 0കൾക്ക് വിലയില്ല എന്ന കാര്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. ഇതിന്റെ ഉത്തരം എന്താ? ഇത് 0.5 തന്നെ, ഇത് 0.05. ഇതെന്താണടാ? കുത്തുകൊണ്ടവനാണ്, അല്ലെ? കുത്തുള്ളവനാണ്. അവന്റെ പുറകിൽ എത്ര 0 വന്നാലും അതിന് വിലയില്ല. ഇത് 0.5. ഇവിടെയോ കുത്തുകൊണ്ടവനാണ്, അതിന്റെ പുറകിൽ എത്ര 0 വന്നാലും വിലയില്ല. ഇതും 0.5. അപ്പൊ 0.5 തുല്യമല്ലാത്തത് ആരാ? അത് 5/100 ആണ്. 5/100. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി നോക്കിക്കേ, ഇതിലെ ഓപ്ഷൻ സിയും ഡിയും 50/100. 50/100. ഇതിൽ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലേ? ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ആരായി? അത് 5/10. 5/10 തുല്യമായി. ഓപ്ഷൻ ഡി നോക്കിക്കേ, 500/1000. ഇതിലെ 2 0കളും ഇവിടുത്തെ 2 0കളും ക്യാൻസൽ ചെയ്താൽ എന്താ ഇടാ? അതും 5/10 ഈക്വലായി.
ഓക്കെ, അങ്ങനെയും ആലോചിക്കാം. ഓക്കെ, ഏത് തരത്തിൽ ആലോചിച്ചാലും ഉത്തരത്തിലേക്ക് എത്തണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 13ാമത്തെ ചോദ്യം ആവർത്തന ദശാംശം അഥവാ റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. 1/9 എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. ഓക്കെ, 1/9 എന്ന് പറയുന്നത് 0.1111 അങ്ങനെ അവസാനമില്ലാതെ പോകുന്നതാണ്. എങ്കിൽ 0.444നെ ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാം? 0.444 അങ്ങനെ പോവുകയാണ്. അതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? ഇവിടെ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ദശാംശ ചിഹ്നം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? ഒരക്കമല്ലേ ആവർത്തിക്കുന്നുള്ളൂ. ഒരേ ഒരു 4 മാത്രമാണ് ആവർത്തിച്ച് പോകുന്നത്. അപ്പൊ നമ്മൾ താഴെ ഒരു 9 എഴുതുന്നു. ഓക്കെ, ഏതാണ് ആവർത്തിക്കുന്ന അക്കം? അത് 4. ഇത്രയേ ഉള്ളൂ പരിപാടി. എങ്കിൽ 0.6666 അങ്ങനെ അവസാനമില്ലാതെ ആവർത്തിച്ചു പോകുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? ഇവിടെ ഒരേ ഒരു അക്കം. സോ നമ്മൾ ഒരു 9 എഴുതും. ഏതാണ് ആവർത്തിക്കുന്ന അക്കം? അത് 6 ആണ്. അപ്പോൾ 6/9 കറക്റ്റ്. ഓപ്ഷനിൽ അത് ഉണ്ടോ നോക്കുന്നു. 6/9 ഓപ്ഷനിൽ ഇല്ല. നമുക്ക് ഈ 6/9 എന്ത് ചെയ്യാം? ചെറുതാക്കാം. 6ഉം 9ഉം 3 കൊണ്ട് ചെറുതാക്കാം അല്ലെ? 6ൽ എത്ര 3കൾ? 2 3കൾ. 9ലോ 3 3കൾ. അപ്പൊ 6/9 തന്നെയാണ് 2/3. അത് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. 0.161616 ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനെ എങ്ങനെ ഭിന്ന രൂപത്തിലേക്ക് എഴുതാം? ഇവിടെ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടടാ? ഇവിടെ 2 അക്കങ്ങൾ ആവർത്തിക്കുന്നില്ലേ? 1ഉം 6ഉം അല്ലെ? 16 അങ്ങനെ 2 ഡിജിറ്റ് ആണ് ആവർത്തിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ താഴെ എത്ര 9കൾ ചേർക്കണം? താഴെ 2 അക്കങ്ങളാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് 2 9കൾ ചേർക്കണം. ഏതാണ് അക്കങ്ങൾ? 1ഉം 6ഉം. ക്ലിയർ ആണ്? എങ്കിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ. 0.100 ഇങ്ങനെ പോവാണ്. ഇതിനെങ്ങനെ എഴുതാം? പറയാമോ? എങ്ങനെ എഴുതാം? എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടടാ? എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടാ? 1 0 0 അല്ലെ? വീണ്ടും 1 0 0 1 0 0 അങ്ങനെ 3 ഡിജിറ്റുകളാണ് ആവർത്തിച്ച് പോകുന്നത്. അപ്പൊ നമ്മൾ എത്ര 9കൾ താഴെ എഴുതണം? താഴെ നമ്മൾ 3 9കൾ എഴുതണം. മുകളിലോ ആവർത്തിക്കുന്ന സെറ്റ് അങ്ങോട്ട് എഴുതിയ പോരെ? 100. ക്ലിയർ ആണേ? അപ്പൊ ഇനി ആവർത്തന ദശാംശം അഥവാ റിക്കറിംഗ് ഡെസിമൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ തെറ്റിക്കാതെ ചെയ്യാൻ കഴിയണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെ 14ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ടാങ്ക് അതിൻ്റെ 1/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. ഒരു ടാങ്കിൽ അതിൻ്റെ 1/4 ഭാഗം വെള്ളമുണ്ട്. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ആ ടാങ്കിൻ്റെ 5ൽ 4 ഭാഗം നിറയും. എങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി, അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഈ ടാങ്കിന്റെ മുഴുവൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ആ കപ്പാസിറ്റിയെ എക്സ് എന്ന് എടുത്തു. എടാ, ഇനി ഇതിന്റെ മുഴുവൻ കപ്പാസിറ്റിയുടെ മുഴുവൻ ശേഷിയുടെ 1/4 ഭാഗം, 4ൽ 3 ഭാഗം എന്ന് പറയുന്നത് എന്താ? ഈ എക്സിനെ 3/4 കൊണ്ട് ഗുണിക്കുന്നതാണ്. ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 × x 3x/4 എന്ന് കിട്ടും. ഇനി ഈ ടാങ്കിന്റെ 4/5 ഭാഗം കൂടി കണ്ടുപിടിക്കാം. 5ൽ 4 ഭാഗം എന്ന് പറയുന്നത് മുഴുവൻ കപ്പാസിറ്റിയുടെ 4/5 ആണ് അല്ലെ? ഗുണിച്ചാൽ കിട്ടുന്നത് 4 × x 4x/5. ഇത്രയും ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കണക്കിന്റെ ഭാഷയിലേക്ക് മാറ്റണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ
3x/4, അതായത് മുഴുവൻ കപ്പാസിറ്റിയുടെ 4/3 അതെത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു? 3x/4. ഇതിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം ചേർക്കണം. 5 ലിറ്റർ വെള്ളം ചേർത്തപ്പോൾ എന്തായടാ? അത് 4x/5 ആയി. ആ ടാങ്കിന്റെ 4/5 ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഗണിത ഭാഷ. ഇനി കപ്പാസിറ്റി എന്ന് പറയുന്നത് x ആണ്. അപ്പൊ എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്യണം? എക്സ് ഉള്ള പദങ്ങൾ മുഴുവൻ ഒരുമിച്ചാക്കണം. ഇപ്പൊ ഇവിടെ 5 ഞാൻ അവിടെ നിർത്തി. ഇപ്പുറത്ത് 4x/5 ഉണ്ട്. ഇടതുവശത്ത് കിടക്കുന്ന 3x/4 ഞാൻ അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പൊ സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ടാണ് അങ്ങേര് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എന്താകൂടാ? പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകുന്നു. 3x/4. ഇത് സോൾവ് ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് എത്താം. ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് 4x ഗുണിക്കണം 4, 4 16x എന്ന് വരും. നടുവിലെ ചിഹ്നം മൈനസ്. ഇനി ഇപ്പുറത്ത് ക്രോസ് ചെയ്താൽ 3x ഗുണിക്കണം 5, 3 5 15x എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ 5 ഗുണം 4 20. എടാ 16x നിന്ന് 15x പോയി. ബാക്കി എത്ര? ഇവിടെ 5 ഉണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി എത്ര? 16x നിന്ന് 15x പോയാൽ ബാക്കി 1x. അപ്പൊ x/20 എന്ന് കിട്ടും. എന്ത്? 5 എന്ന് പറയുന്നത് x/20 ആണ്. 5 എന്ന് പറയുന്നത് x/20 ആണ്. എങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എക്സിന് താഴെ കിടക്കുന്ന ഹരണം 20 നമ്മൾ അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ? അപ്പൊ എന്താ കൂടാ? അവിടെ അപ്പുറത്ത് ഓൾറെഡി ഒരു 5 ഉണ്ട്. അയാളെ മാറ്റരുത് കേട്ടോ, അയാൾ അവിടെ ഇരിക്കട്ടെ. ആ 5ന്റെ അടുത്തേക്ക് ഹരണം 20 പോകുമ്പോൾ അത് ഗുണനം 20 ആകുന്നു. അങ്ങനെ 20 ഗുണിക്കണം 5 ചെയ്താൽ കിട്ടുന്നത് 100. അപ്പൊ ആ ടാങ്കിന്റെ ഫുൾ കപ്പാസിറ്റി എന്താ? 100 ലിറ്റർ ആണ്. ഓക്കെ, ഇതാണ് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 15ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒന്നിനെ ഞാൻ 1/1 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 വന്നാൽ അത് 1 ആണ്. ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 വന്നാൽ അത് 1 ആണ്. അപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 1/2 പവർ 0 എന്ന് എഴുതാം അല്ലേ? 1 എന്ന് പറയുന്നത് ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 വരുന്നതാണ്. അപ്പൊ ഞാനിവിടെ 2 തന്നെ എടുക്കാനുള്ള കാരണം എന്താ? ബാക്കി എല്ലാം അങ്ങനെ കിടക്കുന്നത് അല്ലേ? 1/2 എന്ന് പറയുന്നത് എന്താ? 1/2 പവർ 1 ആണ്. 1/4 എന്ന് പറയുന്നതോ 1/2 പവർ 2 ആണ്. 1/8 എന്ന് പറയുന്നതോ 1/2 പവർ 3 ആണ് അല്ലേ? എങ്കിൽ 1/16 എന്ന് പറയുന്നതോ 1/2 പവർ 4 ആണ്. 1/32 1/2 പവർ 5. അങ്ങനെയാണെങ്കിൽ ഈ തന്ന ചോദ്യത്തിനെ ഞാൻ മാറ്റി എഴുതാലോ. എങ്ങനെ മാറ്റി എഴുതാം? 1/2 പവർ 0 പ്ലസ് 1/2 പവർ 1 പ്ലസ് 1/2 പവർ 2 പ്ലസ് 1/2 പവർ 3 പ്ലസ് 1/2 പവർ 4 പ്ലസ് 1/2 പവർ 5. ഓക്കെ, എടാ ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. പാറ്റേൺ എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരുടെയും അംശം 1 ആയിരിക്കണം. താഴെ 2ന്റെ പവർ 0 നിന്ന് ആവർത്തിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ വെറുതെ സമയം കളയണ്ട. ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. അവസാനത്തെ സംഖ്യ നോക്കുന്നു. 2 പവർ 5 അതെത്രയാ? 2 പവർ 5 എന്ന് പറഞ്ഞാൽ
32 അത് എഴുതുക. 32 എഴുതുക. ഈ 32ന്റെ ഇരട്ടി എടുക്കുക. 32ന്റെ ഇരട്ടി എത്രയാടാ? 32 + 32 64. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 64ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 63. ഇതായിരിക്കും ഉത്തരം. 63/32. 63/32 ആണ് ശരി ഉത്തരം. ഓക്കെ ആണ്. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1 + 1/2 + 1/4 + 1/8 ഉത്തരം പറയാമോ? 1/8 ഉത്തരം പറയാമോ? അതെ, നമ്മൾ താഴെ എഴുതുന്ന സംഖ്യ 8 അത് എഴുതുന്നു. മുകളിൽ ആരെ എഴുതണം? ആ 8ന്റെ ഇരട്ടിയിൽ നിന്നൊന്ന് കുറച്ചത് ഡബിൾ ചെയ്യുക, അതിൽ നിന്നൊന്ന് കുറയ്ക്കുക. ഇരട്ടി എടുക്കുക, അതിൽ നിന്നൊന്ന് കുറയ്ക്കുക. അപ്പൊ 8ന്റെ ഇരട്ടി 16. 16ൽ നിന്ന് കുറച്ചാൽ എത്രയാടാ? 15. അപ്പൊ ഇനി ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും കണ്ണും പൊട്ടി ഉത്തരം എഴുതിയേക്കണം, തെറ്റിക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 1/6 + 4 1/2 -2 2/3 -1 11/12. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം നമുക്ക് ചെയ്യാം. 3 1/6 4/2 -2 2/3 -1 11/12. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കിടക്കുന്ന മിശ്ര ഭിന്നങ്ങളെ മുഴുവൻ സാധാരണ ഒരു ഭിന്നരൂപത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ചെയ്യാം. ഞാനിവിടെ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ കുറെ പൂർണ്ണസംഖ്യകളുണ്ട്. എന്താ പൂർണ്ണസംഖ്യകൾ? ഭിന്നസംഖ്യകൾക്കൊപ്പം കിടക്കുന്ന ആളുകൾ. ഇവര്. അപ്പൊ ഇവരെ മാത്രം ഞാൻ ആദ്യം എടുക്കുന്നു, എന്നിട്ട് അവരെ ചെയ്യുന്നു. അപ്പൊ ആദ്യം 3, അടുത്ത ചിഹ്നങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. 3 + അടുത്ത ആള് 4, അത് കഴിഞ്ഞിട്ട് -2, അത് കഴിഞ്ഞിട്ട് -1. ഇനി ഞാൻ പറഞ്ഞതൊന്ന് ആലോചിച്ചടാ. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കീശയിൽ കിടക്കുന്ന കാശാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാലോ നമ്മൾ കൊടുത്തു തീർക്കേണ്ട കടാണ്. നോക്കിക്കേ, 3 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 4 രൂപ പോക്കറ്റിൽ. മൊത്തം പോക്കറ്റിൽ എത്ര രൂപയുണ്ട്? മൊത്തം പോക്കറ്റിൽ 7 രൂപയുണ്ട്. ഇനിയോ എത്ര രൂപ കൊടുക്കാനുണ്ടടാ? ഒരു -2 എന്ന് വെച്ചാൽ 2 രൂപ കടം, വീണ്ടും ഒരു രൂപയും കൂടി കടം. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപ കടം? മൊത്തത്തിൽ 3 രൂപ കടം. അപ്പൊ 7 രൂപ പോക്കറ്റിലുണ്ട്, 3 രൂപ കൊടുത്തു തീർക്കാനുണ്ട്. അപ്പൊ ബാക്കി എന്ത് വരൂടാ? 4 രൂപ പോക്കറ്റിൽ കിടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ പൂർണ്ണസംഖ്യകൾ ചെയ്തപ്പോ നമുക്ക് കിട്ടി 4. ഇനിയോ കഴിഞ്ഞിട്ടില്ല, അവിടെ കിടക്കുന്നു ഭിന്നസംഖ്യകള്. ആരൊക്കെ? 1/6 + 1/2 -2/3 -11/12. ഇവരെയും കൂടി ചെയ്യണം. വേണമെങ്കിൽ ഈ 2 സെറ്റ് എടുത്ത് ക്രോസ് ചെയ്ത് ചെയ്യാം. 2-ലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ എന്താണ് എളുപ്പം? അവരുടെ LCM കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ താഴെ കിടക്കുന്നവരുടെ LCM 6, 2, 3, 12. അപ്പൊ അവരുടെ LCM എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കൂട്ടത്തിൽ ആരാ വലുത്? 6, 2, 3, 12. ആരാ വലുത്? 12. 12 തൊട്ടടുത്ത് കിടക്കുന്നവരുടെ ഗുണിതമായിട്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി. 12 3ന്റെ ഗുണിതമാണോ? 12 3ന്റെ ഗുണന പട്ടികയിലില്ലടാ. ഉണ്ട് അല്ലെ? 12 12ന്റെ ഗുണന പട്ടികയിലുണ്ട്, ഒരു തവണ ഗുണിക്കുന്നത്. ഇനിയോ 3ന്റെ ഗുണന പട്ടികയിലുണ്ട്, 4 തവണ ഗുണിക്കുന്നത്. ഇനി 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 2ന്റെ ഗുണന പട്ടികയിലുണ്ട് അല്ലെ? 2 × 6 ആണ് 12. ഇനി 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? അവിടെയും കിടക്കുന്നു. 6 × 2 ആണ് 12. അപ്പൊ 12 എന്ന് പറയുന്നത്, കൂട്ടത്തിൽ വലിയ 12 എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ ഗുണിതമായിട്ട് വരുന്നുണ്ട്. സോ 12 ആണ് ഇവരുടെ LCM. അപ്പൊ നമുക്ക് പൊതുവായിട്ട് 12ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇനി മുകളിലുള്ള അംശത്തെ ഗുണിച്ച് എഴുതണം. അപ്പൊ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശം ഞാൻ എഴുതുന്നു 1. ഗുണിക്കണം. താഴെ കിടക്കുന്ന 6 12 ആകാൻ എത്ര ഗുണിച്ചു? 6 12 ആകാൻ നമ്മൾ 2 കൊണ്ടാണ് ഗുണിച്ചത് അല്ലെ? അപ്പൊ മുകളിലും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. ചിഹ്നങ്ങൾ ഇടുമ്പോൾ തെറ്റിക്കരുത് കേട്ടോ. ചിഹ്നം അടുത്തത് ഏതാ? പ്ലസ്. ഇനി
മുകളിലുള്ള ആള് 1 ഗുണിക്കണം ആരെ കൊണ്ട്? താഴെ കിടക്കുന്ന 2 12 ആകാൻ ആരെ കൊണ്ടാ ഗുണിച്ചത്? അയാളെ കൊണ്ട്. 2 12 ആകാൻ നമ്മൾ 6 കൊണ്ടാ ഗുണിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെയും 6 കൊണ്ട് ഗുണിക്കും. ഇനി അടുത്ത ചിഹ്നം ഏതാ? മൈനസ്. 2 മുകളിൽ, അപ്പൊ 2 ഗുണിക്കണം ആരെ കൊണ്ട്? താഴെ കിടക്കുന്ന 3 12 ആകാൻ 3 നമ്മൾ എന്തുകൊണ്ടാ ഗുണിച്ചത്? 3 നമ്മൾ 4 കൊണ്ടാ ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള 2 4 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചിഹ്നം മൈനസ്. അടുത്ത ആളാരാ? 11. 11 ഗുണിക്കണം ആരെ കൊണ്ട്? ആരെ കൊണ്ട്? എടാ താഴെ കിടക്കുന്ന 12 12 ആകാൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 1 കൊണ്ടാ ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള 11 1 കൊണ്ട് ഗുണിക്കണം. ഇത്രയും സെറ്റല്ലടാ. ഓക്കെ, ഇത് സ്പീഡ് ആകുമ്പോൾ ഇങ്ങനെ വരച്ച് ചെയ്യേണ്ടൊന്നും വരില്ല. സ്പീഡ് ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു ബേസും ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടണം. എല്ലാവരും നമ്മുടെ ഒപ്പം കൂടണം. അതിന് വേണ്ടിയിട്ട് ഇത്ര സ്ലോയിൽ പറയുന്നത്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്താൽ മതിയടാ. 1 ഗുണിക്കണം 2 2 പ്ലസ് 1 ഗുണിക്കണം 6 6 മൈനസ് 2 ഗുണിക്കണം 4 8 മൈനസ് 11 ഗുണിക്കണം 1 11 തന്നെ ബൈ 12. ചെയ്യാം. എത്ര രൂപ പോക്കറ്റിലുണ്ട്? എത്ര രൂപ കടമുണ്ട്? 2ഉം 6ഉം ചെയ്തപ്പോ 8. അപ്പോൾ 8 ബാക്കിയുള്ളവർ അതുപോലെ എഴുതും. 8 മൈനസ് 8 മൈനസ് 11. ഓക്കെ, ബൈ 12. ഇവിടെ നോക്കിക്കേ, 8ഉം 8ഉം 0. ബാക്കി ആരേ ഉള്ളൂ? മൈനസ് 11 ബൈ 12. മൈനസ് 11 ബൈ 12. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റാണോ? നോക്കിക്കട, പൂർണ്ണസംഖ്യകളെ തമ്മിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് 4. ഭിന്നസംഖ്യകളെ ചെയ്തപ്പോൾ കിട്ടിയത് മൈനസ് 11 ബൈ 12. ഇനി എന്ത് ചെയ്യണം? ഇവരെ നമ്മൾ ചേർത്ത് വെക്കണം. ഇവരെ തമ്മിൽ ചേർത്ത് വെച്ചാൽ നമ്മുടെ ഉത്തരമായി. ചെയ്യാം. ഇപ്പൊ 4 മൈനസ് 11 ബൈ 12 ചെയ്താൽ മതി. ക്രോസ് ചെയ്യാം അല്ലേ? 4 ഗുണം 12 കിട്ടുന്നത് 48 മൈനസ് 11 ബൈ 12. 48 നിന്ന് 11 കുറച്ചാൽ 48 നിന്ന് 10 പോയാൽ 38. 38 നിന്ന് ഒരു 1 കൂടി പോയാൽ ബാക്കി 37 ബൈ താഴെ ആരുടെ ഉള്ളത്? 12. അപ്പൊ നമ്മുടെ ഉത്തരമായി. 37 ബൈ 12 ഉണ്ടോ? 37 ബൈ 12 ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇത്രയും സെറ്റാണോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 17ാമത്തെ ചോദ്യം നല്ല രസമുള്ള ചോദ്യമാണ്. ചോദ്യം എങ്ങനെ? 2.5 ഗുണം 2/3 മൈനസ് 1.5 ഗുണം 2/3. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാണ്ടല്ലോ, ഇതൊക്കെ പേപ്പറും പേനയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യാം. ഞാനിത് 2 തരത്തിലും ചെയ്ത് കാണിക്കാം. ഓക്കെ, 2.5 ഗുണം 2/3 മൈനസ് 1.5 ഗുണം 2/3. ഇനി ഒന്ന് നോക്കിക്കേ, 2.5 എന്ന് പറയുന്നത് എന്താ? ഒരു മിശ്ര ഭിന്നാണ്, മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പൊ നമ്മൾ അതിനെ സാധാരണ ഭിന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം. മാറ്റിയാൽ എങ്ങനെയാടാ? ആദ്യം നമ്മൾ ഗുണിക്കണം. വലിയ ആളെ താഴെ കിടക്കുന്ന ഛേദം കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ടോ അംശം കൊണ്ട് കൂട്ടുന്നു, മുകളിലുള്ള ആളെ കൊണ്ട് കൂട്ടുന്നു. 2 ഗുണം 2 4. 4ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നത് 5. അപ്പൊ ഇവിടെ 5/2 എന്ന് കിട്ടി. അപ്പുറത്താരാ? 2/3 മൈനസ് 2.5 എന്ന് പറയുന്നത് 5ന്റെ പകുതിയാണ് അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, എങ്കിൽ 1.5 നമ്മൾ എങ്ങനെ മാറ്റുന്നു? ഈ 1ഉം 2ഉം തമ്മിൽ ഗുണിക്കുന്നു, എന്നിട്ടോ മുകളിലുള്ള 1 കൊണ്ട് കൂട്ടുന്നു. 1 ഗുണം 2 2. 2ഉം 1 കൂടി കൂട്ടിയാൽ 3. 3/2 എന്ന് ഇവിടെ കിട്ടി. ഇൻറ്റു 2/3 അല്ലേ? ഇനി നോക്കിക്കട, വെട്ടിക്കളയുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് ഈ 2ഉം പോയി. ഇവിടെ 5/3 മാത്രം. ഇവിടെയുള്ള 3 ഈ 3 വെട്ടിക്കളഞ്ഞു. ഇവിടെയുള്ള 2ഉം ഈ 2ഉം വെട്ടിക്കളഞ്ഞു. ബാക്കി ആരും ഇല്ല എന്ന് പറയരുത്, അവിടെ ഒരു 1 ഉണ്ട്. ഓക്കെ, അപ്പൊ 5/3 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. 5/3 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. ക്രോസ് ചെയ്താൽ പോരടാ. ഇവിടെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കാട്ടോ, തെറ്റൊന്നുമില്ല. അപ്പൊ 5 ഗുണം 1 എന്ന് പറഞ്ഞാൽ 5, നടുവിലെ ചിഹ്നം മൈനസ് 1 ഗുണം 3 എന്ന് പറയുന്നത് 3 ബൈ 3 ഗുണം 1 എന്ന് പറയുന്നത് 3 തന്നെ. 5ൽ നിന്ന് 3 പോയാൽ കിട്ടുന്നത് 2/3. അങ്ങനെ ഉത്തരം 2/3 എന്ന് കിട്ടി. ഉത്തരം 2/3 എന്ന് കിട്ടി. ഇതാണ് ശരിക്കും ചെയ്യുന്ന പണി.
എടാ ഇനി കൺസെപ്റ്റ് വെച്ചൊന്ന് ആലോചിച്ച് 2 2.5 ഗുണിക്കണം 2/3. അതിൽ നിന്ന് 1.5 ഗുണിക്കണം 2/3 കുറയ്ക്കണം. ഓക്കെ, ഇനി കൺസെപ്റ്റ് ഒന്ന് ആലോചിക്കണം കേട്ടോ, കൺസെപ്റ്റ് ഒന്ന് ആലോചിക്കണേ. ഈ ഗുണനം എന്ന് പറഞ്ഞാൽ എന്താ? അത് ആവർത്തിച്ച് കൂട്ടുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 + 2 + 2 എന്ന് പറയുന്നത് 2നെ 3 തവണ ആവർത്തിച്ച് കൂട്ടി. അതാണ് നമ്മൾ എഴുതുന്നത്. 2നെ 3 തവണ ആവർത്തിച്ച് കൂട്ടി എന്നതാണ് ഗുണനം. 2 ഗുണനം 3, 2 ഗുണം 3. അപ്പൊ ഗുണനം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ച് കൂട്ടുന്നതാണ്. 2 ഗുണം 3 എന്ന് പറയുന്നത് 3 പ്രാവശ്യം 2 ചേരുന്നതാണ് അല്ലെ? 3 പ്രാവശ്യം 2 ചേരുന്നതാണ്. അങ്ങനെ പറയാലോ? ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇതൊന്ന് ആലോചിച്ചേ. 2.5 ഗുണം 2/3, 2.5 ഗുണം 2/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 2/3 2.5 പ്രാവശ്യം ചേരുന്നതല്ലേ അല്ലെ? 2/3 2.5 പ്രാവശ്യം ചേരുന്നതാണ്. എങ്കിലോ ഇതൊന്ന് നോക്കിക്കടാ. 1.5 ഗുണം 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 1.5 ഗുണം 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 1.5 പ്രാവശ്യം 2/3 ചേരുന്നതാണ്. 1.5 പ്രാവശ്യം 2/3 ചേരുന്നതാണ്. അപ്പൊ 2.5 പ്രാവശ്യം 2/3 ചേരുന്നതിൽ നിന്ന് 1.5 പ്രാവശ്യം 2/3 ചേർന്നത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ 1.5 ഇവിടെ ഇങ്ങോട്ട് കുറയും. അങ്ങനെ കുറഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? ഒരു 1/2, ഒരു 2/3 ഉള്ളൂ. അങ്ങനെ ആലോചിച്ചിട്ടും കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആണോ? നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ്? 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3. ഓക്കെ, ഇത് ചെയ്യലടാ. ഇത് ചെയ്താൽ എന്താ ഉത്തരം കിട്ടാൻ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണസംഖ്യകളെ വേണമെങ്കിൽ തനിച്ച് മാറ്റിയിട്ട് ചെയ്യാം. 44 പ്ലസ് 10 മൈനസ് 8 ചെയ്താൽ എന്ത് കിട്ടും? പ്ലസ് എന്ന് പറയുന്നത് കീശയിൽ കിടക്കുന്ന കാശ്. 44ഉം 10ഉം അങ്ങനെ ആകെ 54 രൂപ നമ്മുടെ പോക്കറ്റിലുണ്ട്. 8 രൂപയാണ് കൊടുത്ത് ഒഴിവാക്കാനുള്ളത്. 8 രൂപയെ കടള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ 54 രൂപയിൽ നിന്ന് 8 രൂപ പോയാൽ ബാക്കി എത്രയാടാ? അത് 46 രൂപയല്ലേ? 46. ഓക്കെ, ഇനിയോ ഭിന്നങ്ങളെ തമ്മിൽ ചെയ്യാം. 1/3 പ്ലസ് 1/3 മൈനസ് 1/3 അല്ലെ? ഈ 1/3ഉം 1/3 തമ്മിൽ 0 അല്ലെ? നടുവിൽ മൈനസാ വന്നിരിക്കുന്നത്. ഒരേ സംഖ്യകൾക്കിടയിൽ മൈനസ് വന്നപ്പോൾ എന്തായി? അത് ക്യാൻസൽ ആയി പോയി 0 ആയി. ബാക്കി ആരേ ഉള്ളൂ ഇവിടെ? 1/3. ഇനി എന്താണ്? ഇവരെ ചേർക്കണം അല്ലെ? 46ഉം 1/3 ചേർന്നാൽ 46 1/3. ഇതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എങ്ങനെയാടാ? 9084 എന്നതിൻ്റെ 1/3ന്റെ 1/4ന്റെ 1/2ന്റെ 1/5ന്റെ മൂല്യം എത്ര? കാണുമ്പോൾ തന്നെ ചിലപ്പോൾ തലയിറങ്ങും. ഇത് അത്ര ഭീകരമല്ല, സിമ്പിളാണ്. നമുക്ക് ചെയ്യാം. 9 0 8 4 0 ഇതിൻ്റെ 3/1 ഭാഗം, ഇതിൻ്റെ 4/1 ഭാഗം, 2/1 ഭാഗം, 5/1 ഭാഗം. ഇതാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഈ 2 എണ്ണത്തിന് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 എണ്ണത്തിന് ചേർത്ത് ചെയ്താലോ? 9 0 8 4 0 ഗുണിക്കണം 1/3 ഗുണം 1/4. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ എന്താ കിട്ടുക? 1 ഗുണം 1 1 തന്നെ. 2 ഗുണം 5 10. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10ഉം ഈ 0 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരേ ഉള്ളൂ? 9 0 8 4 ഗുണം 1/3 ഗുണം 1/4.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് ചെറുതാക്കാം, പിന്നെ 4 കൊണ്ട് ചെറുതാക്കാം, ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരുമിച്ച് 12 കൊണ്ട് ചെറുതാക്കിയിട്ടും ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ആദ്യം 3 കൊണ്ട് ചെറുതാക്കാം അല്ലേ? 3 കൊണ്ട് ചെറുതാക്കിയാൽ 9-ൽ എത്ര 3കൾ? 9-ൽ 3 3കൾ. 0-ൽ ഒരു 3 പോലും ഇല്ല. 8-ൽ എത്ര 3കൾ? 2 3കൾ. 24-ൽ 8 3കൾ. അപ്പോൾ ബാക്കി എന്തായി? 3028 ഗുണം 1/4 മാത്രമായി. ഇനി ഇത് ചെയ്താൽ മതി. 4 കൊണ്ട് വെട്ടി ചെറുതാക്കാം. 4 കൊണ്ട് 3-ൽ ഒരു 4 പോലും ഇല്ല. അപ്പോൾ 30-ൽ എത്ര 4കൾ? 7 4 28. ഓക്കെ, അപ്പോൾ ബാക്കി 2. 22-ൽ 5 4കൾ, 4 20. 28-ൽ വീണ്ടും 7 4കൾ. അപ്പോൾ നമ്മുടെ ഉത്തരം 7 5 7. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 1/100-ന്റെ 12.5 മടങ്ങ്. അപ്പോൾ മടങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുണിക്കലാണ്. അപ്പോൾ 1/100-ന്റെ മടങ്ങ് ഗുണനിട്ടു 12.5 മടങ്ങ്. ഓക്കെ, നമുക്ക് ചെയ്യാം. 1/100 ഗുണിക്കണം. നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? മിശ്ര രൂപത്തിലാണ് കിടക്കുന്നത്, മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളതിനെ സാധാരണ ഒരു ഭിന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. 12 ഗുണം 2 ചെയ്യുന്നു, കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ മുകളിലുള്ള ആളെ കൂട്ടുന്നു. അപ്പൊ 12 ഗുണം 2 ചെയ്താൽ 24. 24-ന്റെ കൂടെ മുകളിലുള്ള 1 കൂട്ടിയാൽ കിട്ടുന്നത് 25/2. ചെയ്താൽ എന്താ? ഈ 25-ഉം 100-ഉം വെട്ടിക്കളയാലോ. 100-ൽ എത്ര 25 ഉണ്ട്? 100-ൽ 4 25കളുണ്ട് അല്ലടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1/4 ഇൻറ്റു 1/2 കിട്ടി. അതെത്രയാ? 1/8. 1/8 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം 21-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 21-ാമത്തെ ചോദ്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. 6/11 ഇൻറ്റു 6/11 മൈനസ് 5/11 ഇൻറ്റു 5/11 ഓൾ ഡിവൈഡഡ് ബൈ 6/11 മൈനസ് 5/11. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നും. കൺഫ്യൂഷനൊന്നും വേണ്ട. എടാ, ഒരു സംഖ്യേനെ 2 തവണ ഗുണിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആ സംഖ്യയുടെ വർഗം എന്ന് എഴുതാം അല്ലേ? അതിൻ്റെ സ്ക്വയർ ആണെന്ന് എഴുതാം. ഇവിടെ നോക്കിയേ, 6/11 2 തവണ ഗുണിച്ചിരിക്കുന്നു. നമുക്കപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 6/11 വർഗം സ്ക്വയർ എന്ന് എഴുതാലോ. എങ്കിൽ ഇവിടെയോ 5/11 2 പ്രാവശ്യം ഗുണിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/11 വർഗം സ്ക്വയർ എന്ന് എഴുതാലോ. ബൈ 6/11 മൈനസ് 5/11. മക്കളെ, ഈ ഒരു ഐഡന്റിറ്റി, ഈ ഒരു സമവാക്യം നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ്. a² മൈനസ് b² എന്ന് പറയുന്നത് a+b ഇൻറ്റു a-b ആണ്. 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതും അവയുടെ വ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമായിരിക്കും. ഓക്കെ, അപ്പൊ a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a-b ആണ്. ഇവിടെ നോക്കിക്കേ, a എന്ന് പറയുന്നത് എന്താ? 6/11 സ്ക്വയർ ആണ് അല്ലേ? b എന്ന് പറയുന്നതോ 5/11 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ a+b എന്ന് പറഞ്ഞാൽ എന്താ? 6/11 പ്ലസ് 5/11. ഇനി a-b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 6/11 മൈനസ് 5/11. ഓക്കെ, ഇത് ഇവിടെ കിട്ടുകൊടുത്താൽ മതി. ഇത് നമുക്ക് ഇവിടെ കിട്ടുകൊടുക്കാം. ഈ മുകൾ ഭാഗത്ത് ഇത് വരും 6/11 പ്ലസ് 5/11 ഒരു ബ്രാക്കറ്റിൽ, അടുത്ത ബ്രാക്കറ്റിൽ 6/11 മൈനസ് 5/11 ഓൾ ഡിവൈഡഡ് ബൈ 6/11 മൈനസ് 5/11. നോക്കിക്കടാ, ഇവിടെ ഇരിക്കുന്ന ആളെയും താഴെ ഇരിക്കുന്ന ആളെയും വെട്ടിക്കളയാലോ.
അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താകും? അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി ആരേ ഉള്ളൂ? 6/11 പ്ലസ് 5/11 മാത്രമല്ലേ ഉത്തരമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരേ ഛേദം, താഴെ ഒരേ ഛേദമാണെങ്കിൽ നമുക്ക് ആ ഛേദത്തിനെ കോമൺ ആക്കി എടുക്കാം. മുകളിലുള്ള ആളുകളെ ഡയറക്റ്റ് കൂട്ടാം. 6ഉം 5ഉം ഡയറക്റ്റ് കൂട്ടിയാൽ 11. മുകളിലും താഴെയും സെയിം ആൾ അല്ലെ, മേലെയും താഴെയും ഒരുപോലെ വന്നാൽ ഉത്തരം എത്രയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? അത് 1 ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്ലിയർ ആയോ?